ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ പോകുന്ന 2025 മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ മക്കളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. മക്കളെ, ശ്രദ്ധിച്ച് വീഡിയോ കാണുക. ഓക്കെ, ശ്രദ്ധിച്ച് വീഡിയോ മൊത്തം കാണുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. മാത്സ് തോറ്റിരിക്കുന്ന കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ മൊത്തമായിട്ട് കാണണം കേട്ടോ. വീഡിയോ മൊത്തമായിട്ട് കാണണം. നിങ്ങൾക്ക് ഈ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള കുട്ടികൾ കണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. മാത്സിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുവാണ് മക്കളെ. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെറും ഈ ഒരു റേറ്റേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, ഇനി മാത്സിൻ്റെ സേ എക്സാം കേരളത്തിൽ ഒരു കുട്ടി പോലും തോൽക്കരുതെന്ന് ഞാനിവിടെ എഴുതി വെച്ചിരിക്കേണ്ട കാര്യം. ഇനി തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ. ഇതുവരെയുള്ള എക്സാം പോലെ അല്ല ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിലെ എക്സാമുകൾ വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ചേഞ്ച് വരാൻ പോവാണ് മക്കളെ. ഇതൊരു തുടക്കം മാത്രമാണ്. സോ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മക്കളെ, നിങ്ങൾ എഴുതിയ എക്സാമുകളെല്ലാം, നിങ്ങൾ 2024 വരെ നിങ്ങൾ എഴുതിയ എക്സാമുകളെല്ലാം വളരെ എളുപ്പമുള്ള എക്സാമുകളായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നെറ്റ് ചുളിക്കും. കാരണം ഇതെന്തൊക്കെ ഈ സാറ് പറയണ എക്സാം അത്ര എളുപ്പമായിട്ടാണ് നിങ്ങൾ തോറ്റത്. മക്കളെ, ഞാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ നിങ്ങൾ എഴുതിയ എക്സാമുകളെല്ലാം വളരെ എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ കുട്ടികളുടെ എക്സാം വെച്ച് നോക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ആ എക്സാം തോറ്റ കുട്ടികളാണ് നിങ്ങൾ മക്കളെ. ഞാൻ പറയുന്നത് മനസ്സിലായിക്കോണം. അങ്ങനെയുള്ള, കാരണം നിങ്ങൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ കൊടുത്തു നോക്കുക. അവർ പറയും, ഷോ എന്ത് എക്സാം ആയിരുന്നത്, ഇതൊക്കെ ആയിരുന്നു ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചാലെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള എക്സാം നിങ്ങൾ തോറ്റുപോയി, അതൊരു സത്യമാണ്. പക്ഷേ അതിനേക്കാളും ടഫ് എക്സാമുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 2025 എക്സാമിൻ്റെ പാറ്റേൺ മാറുമെന്ന് ഇപ്പോഴത്തെ ക്രിസ്മസ് എക്സാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. സോ ഉറപ്പായിട്ടും പാറ്റേൺ ചേഞ്ച് ചെയ്യും. പാറ്റേൺ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇനി ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ സേ കുട്ടികൾ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കി അതാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നത്. ചിലത് കൺസെപ്റ്റ് പോലും അറിയാൻ വയ്യാതെ അത് കാണാപ്പടം പഠിച്ചുകൊണ്ട് പോകും നിങ്ങൾ. അല്ലേടാ മക്കളെ? മാത്സിൻ്റെ കുട്ടികൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ. പക്ഷേ അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരു വർഷമാണ് ഇത് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2010, 11, 12 തൊട്ട് കുട്ടികൾ ഇങ്ങോട്ടേക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനി ജയിക്കാൻ പറ്റുമോ സാറേ? കാരണം അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ടെൻഷനായി. റെഗുലർ കുട്ടികൾക്ക് ഓൾറെഡി ടെൻഷൻ വന്നു കഴിഞ്ഞു. പക്ഷെ അതിനേക്കാളും കൂടുതൽ ടെൻഷൻ സേ കുട്ടികൾക്കാണ്. സേ കുട്ടികളുടെ മെസ്സേജ്, ഓരോരുത്തരുടെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ശരിയാണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തത്. കാരണം സാറേ, റെഗുലർ കുട്ടികൾക്ക് ടഫാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കാര്യം എന്തായിരിക്കും അവസ്ഥ? ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ സാറേ? മക്കളെ, എനിക്ക് പറയാനൊന്നുമില്ല അതിൽ. കാരണം നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചില്ലേ തോറ്റു പോകും വീണ്ടും. ഇനി മുതൽ തോൽവികൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, 8ലും 9ലും 10ലും ഒക്കെ 8ലും 9ലും ഒക്കെ ഇപ്പോൾ ഓൾ പാസ് എന്ന് പറയുന്ന സംഭവം എടുത്ത് മാറ്റി. ഇനി മുതൽ കുട്ടികൾ 8ാം ക്ലാസ് തൊട്ട് കുട്ടികളെ തോൽപ്പിക്കും. അപ്പോൾ പുതിയ റൂളൊക്കെ വന്നു കഴിഞ്ഞു. മനസ്സിലായി? എക്സാം മൊത്തം പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓപ്പൺ ബുക്ക് എക്സാം എന്നൊക്കെ പറഞ്ഞ് എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഇനിയും എടുത്തില്ലെങ്കിൽ എടാ മക്കളെ, പിന്നെ കിട്ടാൻ പോണില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ തള്ളുവല്ല കേട്ടോ. സീരിയസ് ആയിട്ട് കാര്യമാണ്. എനിക്ക് എൻ്റെ വോയിസ് വരെ കുട്ടികൾ അയച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളത് കേൾപ്പിക്കാം. പക്ഷേ കുട്ടികളുടെ അനുവാദം ഇല്ലാതെ കേൾപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ചിലവരൊക്കെ സങ്കടത്തോടെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വേണ്ടവർക്ക് വിശ്വസിക്കാം. എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു കുട്ടി പറഞ്ഞത് 2014 പാസ് ഔട്ട് ആയിട്ടില്ല, എക്സാം എഴുതിയതാണ്. സോ ഇനി എനിക്ക് ജയിക്കാൻ പറ്റുമോ സാറേ ഈ എക്സാം? വളരെ സങ്കടത്തോടെ പറയുകയാണ്, കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെയാണ് സാറേ. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 4 മാർക്ക് 3 മാർക്കിലൊക്കെയാണ് എനിക്ക് പോകുന്നത്. അപ്പോൾ ഈ പാറ്റേൺ മാറുമ്പോഴത്തേക്കും എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ എഴുതിയിട്ട് എത്ര തവണ എഴുതിയെന്ന് അറിയാം? 2014 തോറ്റുപോയതാണ്. 10 വർഷമായി. മക്കളെ, നിങ്ങൾ 2020 തോറ്റിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും പകുതി പേരും. 2014 തോറ്റിട്ട് ഇപ്പോഴും എക്സാം എഴുതി നടക്കുന്ന കുട്ടികളുണ്ട്. മനസ്സിലായോ? 2012 തോറ്റിട്ട് എക്സാം എഴുതുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ 2012 ഞാൻ പാസ് ഔട്ടായത്. സോ എൻ്റെ കൂടെ പഠിച്ചിട്ട് ജയിക്കാത്ത കുട്ടികൾ ഇവിടെ ഉണ്ട്. നോർത്ത് നോക്കിക്കോണം നിങ്ങൾ.
അപ്പോൾ അത് അവരുടെ നമ്മുടെ ജീവിത സാഹചര്യം കുറച്ചേ അങ്ങോട്ട് മാറും മക്കളെ. മനസ്സിലായോ? പെൺകുട്ടികളെ സംബന്ധിച്ച് കുറച്ച് നാളുടെ കഴിയുമ്പോൾ കല്യാണം കഴിക്കും. 2010 ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് എടുത്താൽ നോക്കിയാൽ മനസ്സിലാവും. 2010 പാസ് ഔട്ടായി. ആ ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിത്തമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറെന്തോ ജോലിക്കൊക്കെ പോയി. അതിനുശേഷം പഠിത്തം അവസാനിപ്പിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ ഇനി എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 14 വർഷത്തോളം ആയി എക്സാം തോറ്റിട്ട്. അപ്പം മക്കളെ, ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങൾ 2024, 23, 20 കഴിഞ്ഞ് തോറ്റ കുട്ടികൾ മക്കളെ, ഇനി നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടഫാവും. വളരെ ടഫായിട്ടുള്ള എക്സാം പാറ്റേൺ ഫുള്ള് മാറിയിട്ടാണ് ഇനി എക്സാം വരാൻ പോകുന്നത്. അടുത്ത വർഷത്തെ എക്സാം അല്ല ഞാൻ പറയുന്നത്, ഇനി വരുന്ന 2025, 26, 27, 28 വലിയൊരു ചേഞ്ച് വരും. മാത്സ് എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ലാബ് എക്സാം ഇൻക്ലൂഡ് ചെയ്തു. ലാബ് എക്സാമിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പുതിയ രീതിയിലാണ് ലാബ് എക്സാം നടത്താൻ പോകുന്നത്, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. അപ്പം നിങ്ങൾ ഇനിയും പഠിച്ചില്ലെങ്കിൽ തോൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. തോൽവികൾ കൂടുവട മക്കളെ, നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോണില്ല പഠിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയുവാണ്, കഴിഞ്ഞ വർഷം എടുത്ത ആ ഒരു സീരിയസ്നെസ് അല്ല ഇതിൽ വേണ്ടത്, അതിനേക്കാളും കൂടുതൽ വേണം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലടാ, സത്യാവസ്ഥയാണത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം, സത്യാവസ്ഥയാണത്. ഇത് വേറെ എവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ചൂട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഒരു ചൂട് വരുന്നത്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ അറിയുമോ? നിങ്ങൾ ഇതുവരെ വൈകിട്ടില്ല. നിങ്ങൾക്ക് ജനുവരിയും ഫെബ്രുവരിയും മൊത്തം കൊണ്ടിരുന്ന് പഠിക്കാൻ. മനസ്സിലായോ? ആ 2 മാസം പഠിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്ക്. എടാ, ഒരു മാത്സ് അധ്യാപകനാണ് ഞാൻ വെറുതെ പറയുന്നതല്ല മക്കളെ. ഇഷ്ടംപോലെ കുട്ടികളെ ജയിപ്പിച്ചുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, മനസ്സിലായോ? കഴിഞ്ഞ വർഷം എൻ്റെ ബാച്ചിൽ ഇതേപോലെ സാറേ ജയിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിൽ ജോയിൻ ചെയ്ത ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാച്ച് എന്ന് പറഞ്ഞ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കൂടുതലായിട്ടങ്ങ് ഇറങ്ങുന്നത്. ഞാൻ അല്ലാതെ ഓഫ്ലൈനായിട്ടൊക്കെ കുറച്ച് കുട്ടികളെയൊക്കെ ഇങ്ങനെ എക്സാമിന് പേഴ്സണലായിട്ട് വന്ന് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ മൊത്തം കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയത് കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ്. അപ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ എൻ്റെ അക്കാഡമി ജോയിൻ ചെയ്ത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല. സോ എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ കുട്ടികൾ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, വേറെ എവിടെ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് എന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്. സത്യാവസ്ഥയാണ്. കാരണം മാത്സിൻ്റെ എക്സാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വേറെ എവിടെയും അങ്ങനെ പ്രത്യേകം എടുത്ത് പഠിപ്പിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, മാത്സ് ഈ എക്സാമിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ തോറ്റുപോയിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റും അറിയാതെ തോറ്റുപോയ കുട്ടികളാണ്. അവർ അത്രയും ബേസിൽ അത്രയും ലെവലിൽ താഴ്ന്ന് പഠിപ്പിച്ച് വരിക എന്നുള്ള ഇച്ചിരി ക്ഷമയുള്ള കാര്യമാണ്. സോ അത് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഞാൻ തയ്യാറാണതിൽ. പല സാഹചര്യം മൂലവും ഒക്കെ തോറ്റുപോയ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് തോറ്റുപോയ കുട്ടികളായിരിക്കാം. മക്കളെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ ഇനി നിങ്ങൾ തോൽക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താ അറിയുമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ജയിച്ച കുട്ടികളുടെ ആ ഒരു എന്താ പറയുക റിപ്ലൈ ഇല്ലേ, കഴിഞ്ഞ വർഷം എനിക്ക് വളരെയധികം എന്താ പറയുക, എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ വിഷമങ്ങൾ പറയുമ്പോഴും അത് മാത്രമല്ല, ജയിച്ചതിന് ശേഷമുള്ള അവരുടെ ആ ഒരു സന്തോഷം പറയുമ്പോഴും ശരിക്കും പറയാം എന്തോ വലിയൊരു സംഭവം നേടിയൊരു അവസ്ഥയിലാണ് അവർ. റിസൾട്ട് അറിഞ്ഞിട്ട് വഴിയിൽ നിന്ന് വിളിച്ച ആ മോനെ ഞാൻ ഓർക്കുന്നില്ല, അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അവൻ പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കണം. എന്നാ മോനെ ഇത് കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വഴിയിൽ നിന്ന് വിളിച്ചിട്ട് കരഞ്ഞിട്ട് എന്നോട് പറയാം, സാറേ ജയിച്ചു സാറിന് ഞാൻ മറക്കത്തില്ല സാറേ എന്നൊക്കെ പറഞ്ഞ്, എനിക്കൊന്ന് കാസർഗോഡ് നിന്നാണെന്നോണ് വിളിച്ചതെന്ന് തോന്നുന്നു. സാറെ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞ് പറയാം. എടാ മോനെ, വരുമൊന്നും വേണ്ട, അത്രയും ദൂരെ ഒന്നും വരുമൊന്നും വേണ്ട, നീ എന്നെ എപ്പോഴെങ്കിലും ഓർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് മക്കളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി തിരിച്ചിരിക്കുന്നത്. സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള ക്ലാസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ക്ലാസ്സിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് അതൊരു എന്താ പറയുക, ക്ലാസ്സിൻ്റെ മാർക്കറ്റിംഗ് ആണെന്നൊക്കെ പറയും. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം ശരിക്കും പറയാം മക്കളെ, ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ആ കുട്ടിയുടെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞ് വേറൊന്നുമില്ല, അത് ജയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ അല്ല, അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഫീലിങ്സ്. ഈ എവറസ്റ്റൊക്കെ കീഴടക്കി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് ഇല്ലേ, യെസ് എന്നൊക്കെ പറയുന്ന, അതായിരിക്കും നിങ്ങൾ ഈ എക്സാം ജയിക്കുമ്പോൾ കിട്ടുന്നത്. അത്രയും ടഫ് എക്സാം ആയിരിക്കും വരുന്നത് മക്കളെ, അതിനു വേണ്ടി കരുതിയിരിക്കണം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്, മക്കളെ കരുതിയിരിക്കണം. പഠിച്ചില്ലെങ്കിൽ തോക്കും. നിങ്ങൾ എവിടെയെങ്കിലും
ഓഫ്ലൈൻ ക്ലാസ്സിലോ എവിടെയെങ്കിലും പോയി പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ചേഞ്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി കാണത്തില്ല. എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുക, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. സാധാ രീതിയിൽ എളുപ്പമുള്ള സംഭവങ്ങൾ പഠിച്ച് തീർക്കുക. അവസാനം എക്സ്ട്രാ വേണ്ട കാര്യങ്ങളൂടെ പഠിക്കുക. നിങ്ങൾക്ക് ജയിക്കാൻ ഒരു പാടുമില്ലടാ മക്കൾ, ഒരു പാടുമില്ല. എത്ര വേണമെങ്കിലും ടഫായിക്കോട്ടെ എക്സാം, പക്ഷേ ജയിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ജയിക്കാൻ പറ്റും. ഇഷ്ടംപോലെ കൺസെപ്റ്റുകൾ, വളരെ എളുപ്പമുള്ള കൺസെപ്റ്റുകളുണ്ട്. അത് ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇനിയുള്ള മുന്നിലുള്ള ഏകദേശം ഒരു 70 ദിവസത്തോളമുണ്ട്. ജനുവരി 1 തൊട്ട് പഠിക്കാനിരിക്കല്. ഉടനെ എവിടെയെങ്കിലും കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ആൻറ്റിയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിലോ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിലോ ഓൺലൈൻ ക്ലാസ്സിലോ എവിടെയെങ്കിലും, എൻ്റെ അടുത്ത് തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് ഒരാളുടെ കീഴിൽ പഠിക്കുക. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകും നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടം വരെ ആയി, എന്തോരം പഠിച്ചു കഴിഞ്ഞു, ഇതൊക്കെ പഠിച്ച് ജയിക്കും എന്നുള്ളൊരു സംശയം ലാസ്റ്റ് ആകുമ്പോൾ വരും. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയാം? ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യും. അപ്പോൾ സമയം കഴിഞ്ഞ് പോയി കാണും. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കുക. ഞാൻ പറയുന്ന ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഫേർട്ട് 70 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഒരു പ്രായം എത്തിയപ്പോൾ എത്ര ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടല്ലേ? ആ ദിവസത്തിൽ ഒരു 70 ദിവസം വേണ്ട, ഒരു 50 ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, കഷ്ടപ്പെടാൻ തയ്യാറാണോ? കഷ്ടപ്പെടാൻ തയ്യാറാണോടാ? തയ്യാറാണെങ്കിൽ നീ ജയിച്ചിരിക്കും എന്ന് ഞാൻ പറയുവാണ്. ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, 70 ദിവസം മക്കളെ എങ്ങനെയെങ്കിലും പഠിച്ച് ജയിക്കുക. കേരളത്തിലെ ഒരു കുട്ടി പോലും ഇനി തോറ്റിട്ടിരിക്കാൻ പാടില്ല. ഇതുവരെ കഴിഞ്ഞ എക്സാമുകളൊക്കെ തോറ്റ കുട്ടികൾ ഈ ഒരു 2025 നടക്കാൻ പോകുന്ന എക്സാമോട് കൂടി എഴുതി ജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇനി തോൽക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല. അവർ ആ പാറ്റേണുമായിട്ടൊക്കെ പാറ്റേൺ അക്സെപ്റ്റ് ചെയ്ത കുട്ടികളാണ്, മനസ്സിലാക്കിയ കുട്ടികളാണ്. സോ അവർക്കത് പ്രശ്നം വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു പിടിയും കാണത്തില്ല എക്സാം എങ്ങനെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാണെങ്കിൽ 2025 എക്സാം മസ്റ്റായിട്ട് എഴുതി എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതാണ് മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് ഇനി വേണ്ടവർക്ക് പോകാം. ഇനി എൻ്റെ ഒരു ബാച്ചിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മക്കളെ. സോ അവസാനം ആയതുകൊണ്ടാണ് ഞാൻ പറയുവാണ്, ബാച്ചിൻ്റെ പരസ്യമൊന്നുമല്ല, വേണ്ട കുട്ടികൾ, എന്നോട് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയാണ് മക്കളെ. മാത്സിൻ്റെ സേ ബാച്ച് ഇനിയിപ്പോൾ 1199 രൂപ മാത്രമേ ഉള്ളൂ. അഡ്മിഷൻസൊക്കെ ഉടനെ തന്നെ അവസാനിക്കും. ജനുവരി കൊണ്ട് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ഫെബ്രുവരിയിലൊക്കെ വീണ്ടും ജോയിൻ ചെയ്തിട്ട് ആ ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. സോ വേണ്ട കുട്ടികൾക്ക് ഉടനെ മെസ്സേജ് എനിക്ക് അയയ്ക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെക്കോർഡറായിട്ട് ക്ലാസ് അവിടെ ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളാണ്. ഡയറക്റ്റ് ഞാനുമായിട്ടായിരിക്കും നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ അറിയാം. എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് വാട്സാപ്പിൽ വോയിസ് അയക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിടും. എൻ്റെ സാറേ ഇത് എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും. കുറച്ച് താമസിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഡയറക്റ്റ് ഞാനുമായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ കോൺടാക്റ്റ്. സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും മക്കളെ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം മക്കളെ. അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തില്ലെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ ഉടനെ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാൻ മെസ്സേജ്. ഫസ്റ്റ് ക്ലാസ് തൊട്ട് കിട്ടും. നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസ്. പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി എന്ന ആപ്പ് വഴിയായിരിക്കും ക്ലാസ് നൽകുന്നത്. സോ +1 സേക്കും +2 സേക്കും സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും. റെഗുലർ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ് അല്ല. ഞാൻ വീണ്ടും പറയുവാണ്, റെഗുലർ കുട്ടികൾക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത ക്ലാസ് എടുത്ത് അതെടുത്ത് നിങ്ങൾക്കെടുത്ത് തരുവല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി സമയം മെനക്കെട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടാണ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. സോ അത് വേണ്ട കുട്ടികൾ അല്ലെങ്കിൽ വേണ്ട കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക മക്കളെ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ് മക്കളെ. വീണ്ടും പറയുവാണ്, ഫൈനൽ എഫേർട്ട് 70 ദിവസം കഷ്ടപ്പെടുക, എഴുതിയെടുക്കുക. ഇനി മേലാൽ ഈ പരിസരത്തേക്ക് വന്നു പോലും. ഓക്കെ, എഴുതിയെടുക്കുക. നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യമായിട്ട് മുന്നേറുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുവാണ്. നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.